ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. ഇന്ന് വിഷുവിന് സ്പെഷ്യലായിട്ട് ഞാനൊരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി ഉണ്ണിയപ്പം വീട്ടിലുണ്ടാക്കിയിട്ട് ആർക്കും ശരിയായില്ലെന്ന് പറയണ്ട, എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഉണ്ണിയപ്പത്തിന് ആവശ്യമായ പാളയംതോടൻ പഴം, ശർക്കര, 2 മണിക്കൂർ കുതിർത്ത് വെച്ച അരി, നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത്, കറുത്ത എള്ള്, ഫ്ലേവറിന് വേണ്ടി ഏലക്ക. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഉണ്ണിയപ്പത്തിന് ആവശ്യമായി വേണ്ടത്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച 1 കപ്പ് പച്ചരി നമുക്കിട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ ശർക്കര ഇവിടെ ഉരുക്കി വെച്ച് അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ 3 പാളയംതോടൻ പഴം തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. ഇനി ഫ്ലേവറിന് വേണ്ടി ഞാൻ 3-4 ഏലക്കായ ഇട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നമുക്ക് ലൂസാക്കണമെങ്കിൽ നമുക്ക് ശർക്കര പാനി ഉരുക്കി വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഒരു കട്ടി വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഉണ്ണിയപ്പത്തിന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എള്ള് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഇനി നമുക്കിത് ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു 3 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഞാനിവിടെ വെച്ചിരുന്ന ബാറ്റർ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മളിപ്പം ആയിട്ടുണ്ട് സമയം. നമുക്കിനി ഓരോന്നായിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ബാറ്ററി ഇപ്പം നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു കേരള സ്റ്റൈൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഓരോ തവിയായിട്ട് നമുക്ക് ഈ എണ്ണ ചൂടായതിന് ശേഷം, നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഫ്ലെയിം കൂടാനും പാടില്ല, ലോയും ആകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ഇതിലും നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമുക്കിനിയൊന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണല്ലോ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ണിയപ്പം ഉണ്ടാക്കി ശരിയാകാത്തവർ ഇത് ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇത് പാളയംതോടൻ പഴം ഇടുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇത് നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരാവുന്നതാണ്. ഇത് ഞാൻ ഓരോന്നായിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. എല്ലാം തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം.
വിഷു സ്പെഷ്യലായിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്